ദുർബലമായ മാനസികാവസ്ഥയും ശക്തമായ മാനസികാവസ്ഥയും വ്യത്യസ്ത ചിന്താഗതികളെയും വെല്ലുവിളികളെയും അവസരങ്ങളെയും ജീവിതത്തെയും പൊതുവെ സമീപിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഓരോന്നിൻ്റെയും തകർച്ച ഇതാ. ദുർബലമായ മാനസികാവസ്ഥ. പരാജയ ഭയം. ദുർബലമായ മാനസികാവസ്ഥയുള്ള വ്യക്തികൾ പലപ്പോഴും പരാജയത്തെ ഭയപ്പെടുകയും അപകടസാധ്യതകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. പ്രതിബന്ധങ്ങൾ നേരിടുമ്പോൾ അവർ എളുപ്പത്തിൽ ഉപേക്ഷിച്ചേക്കാം. സ്ഥിരമായ വിശ്വാസങ്ങൾ, കഴിവുകളും ബുദ്ധിയും നിശ്ചലമാണെന്നും മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്നും അവർ വിശ്വസിക്കുന്നു. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള ശ്രമത്തിന്റെ അഭാവത്തിലേക്ക് നയിച്ചേക്കാം. നിഷേധാത്മകമായ സ്വയം സംസാരം. അവർ പലപ്പോഴും തങ്ങളുടെ കഴിവുകളെയും സംശയിച്ചുകൊണ്ട് നെഗറ്റീവ് സ്വയം സംസാരത്തിൽ ഏർപ്പെടുന്നു. ഇത് ആത്മവിശ്വാസവും പ്രചോദനവും ഇല്ലാതാക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ. ദുർബലമായ മാനസികാവസ്ഥയുള്ള ആളുകൾ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനു പകരം അവരുടെ പ്രശ്നങ്ങൾക്ക് ബാഹ്യ സാഹചര്യങ്ങളെയോ മറ്റ് ആളുകളെയോ കുറ്റപ്പെടുത്തുന്നു. വെല്ലുവിളികൾ ഒഴിവാക്കൽ. അവർ വെല്ലുവിളികൾ ഒഴിവാക്കുകയും എളുപ്പവഴി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ശക്തമായ മാനസികാവസ്ഥ. പരാജയത്തെ ആലിംഗനം ചെയ്യുക. ശക്തമായ മാനസികാവസ്ഥയുള്ള വ്യക്തികൾ പരാജയത്തെ ഒരു പഠന അവസരമായി കാണുന്നു. റിസ്ക് എടുക്കാനും തിരിച്ചടികൾ വളരാനും മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കാണാനും അവർ തയ്യാറാണ്. വളർച്ചാ വിശ്വാസങ്ങൾ. സമർപ്പണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കഴിവുകളും ബുദ്ധിയും വികസിപ്പിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് പഠിക്കാനും മെച്ചപ്പെടുത്താനുമുള്ള നിരന്തരമായ പരിശ്രമത്തിലേക്ക് നയിക്കുന്നു. പോസിറ്റീവ് സ്വയം സംസാരം. അവർ പോസിറ്റീവ് സ്വയം സംസാരത്തിൽ ഏർപ്പെടുന്നു. വിജയിക്കാനുള്ള അവരുടെ കഴിവിലുള്ള ആത്മവിശ്വാസവും വിശ്വാസവും ശക്തിപ്പെടുത്തുന്നു. ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ. ശക്തമായ മാനസികാവസ്ഥയുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അവരുടെ പ്രതികരണങ്ങളിൽ അവർക്ക് നിയന്ത്രണമുണ്ടെന്നും അവരുടെ വിജയത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അവർ മനസ്സിലാക്കുന്നു. വെല്ലുവിളികൾ തേടുക. അവർ വെല്ലുവിളികൾ സജീവമായി അന്വേഷിക്കുകയും പുതിയ കഴിവുകൾ വികസിപ്പിക്കാനും വിലപ്പെട്ട അനുഭവങ്ങൾ നേടാനുമുള്ള അവസരങ്ങളായി അവയെ കാണുന്നു. താരതമ്യം. പരാജയത്തോടുള്ള പ്രതികരണം. ദുർബലമായ മാനസികാവസ്ഥ പരാജയത്തെ ഒഴിവാക്കുകയും എളുപ്പത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം ശക്തമായ ഒരു മാനസികാവസ്ഥ പരാജയത്തെ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. മാറ്റത്തിലുള്ള വാസം. കഴിവുകൾ സ്ഥിരമാണെന്ന് ദുർബലമായ ഒരു ചിന്താഗതി വിശ്വസിക്കുന്നു. അതേസമയം ശക്തമായ മാനസികാവസ്ഥ വളർച്ചയിലും വികാസത്തിലും വിശ്വസിക്കുന്നു. സ്വയം സംസാരം. ദുർബലമായ മാനസികാവസ്ഥയിൽ നെഗറ്റീവ് സ്വയം സംസാരം സാധാരണമാണ്. അതേസമയം ശക്തമായ മാനസികാവസ്ഥ പോസിറ്റീവ് സ്വയം സംസാരത്തിൽ ഏർപ്പെടുന്നു. ഉത്തരവാദിത്തം. ഒരു ദുർബലമായ ചിന്താഗതി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അതേസമയം ശക്തമായ മാനസികാവസ്ഥ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. വെല്ലുവിളികളോടുള്ള സമീപനം. ദുർബലമായ ഒരു മാനസികാവസ്ഥ വെല്ലുവിളികളെ ഒഴിവാക്കുന്നു. അതേസമയം ശക്തമായ ഒരു മാനസികാവസ്ഥ അവരെ അന്വേഷിക്കുന്നു. ശക്തമായ ഒരു മാനസികാവസ്ഥ വികസിപ്പിക്കുന്നതിൽ കാഴ്ചപ്പാടുകൾ മാറ്റുക. പ്രതിരോധശേഷി വളർത്തുക. വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് സജീവമായ സമീപനം വളർത്തിയെടുക്കൽ എന്നിവ ഉൾപ്പെടുന്നു. കഥ. 2 മലകയറ്റക്കാരുടെ കഥ. പണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ ചുവട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ 2 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. അർജുനും രവിയും. ഇരുവരും മഹത്തായ കൊടുമുടിയെ അഭിനന്ദിച്ചുകൊണ്ട് വളർന്നു. അതിന്റെ കൊടുമുടിയിലെത്താൻ സ്വപ്നം കണ്ടു. എന്നിരുന്നാലും അവർ തികച്ചും വ്യത്യസ്തമായ ചിന്താഗതിക്കാരായിരുന്നു. അർജുനന്റെ മനസ്സ് ദുർബലമായിരുന്നു. കയറ്റത്തിന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഭയപ്പെട്ടു. വിജയിക്കാനുള്ള തന്റെ കഴിവിനെ നിരന്തരം സംശയിച്ചു. അവൻ പലപ്പോഴും പറയുമായിരുന്നു, ഞാൻ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? എനിക്ക് മുകളിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ? ഞാൻ ഇതിനായി വെട്ടിക്കളഞ്ഞിട്ടില്ല. ഭയം കാരണം കയറ്റത്തിന് തയ്യാറെടുക്കാൻ അദ്ദേഹം ഒരിക്കലും ഗൗരവമായി ശ്രമിച്ചില്ല. രവിയാകട്ടെ ഉറച്ച ചിന്താഗതിക്കാരനായിരുന്നു. അവൻ വെല്ലുവിളികൾ സ്വീകരിക്കുകയും പരിശ്രമവും സ്ഥിരോത്സാഹവും കൊണ്ട് തന്റെ മലകയറ്റ കഴിവുകൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അവൻ സ്വയം പറയും, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് ശക്തനാകാം. ഞാൻ എടുക്കുന്ന ഓരോ ചുവടും, അത് ബുദ്ധിമുട്ടാണെങ്കിലും, മുകളിലത്തിലേക്കുള്ള ഒരു ചുവടാണ്. ഒരു വേനൽക്കാലത്ത് ഗ്രാമം കൊടുമുടിയിലേക്ക് കയറാനുള്ള മത്സരം നടത്താൻ തീരുമാനിച്ചു. അർജുനും രവിയും ഒപ്പിട്ടു. മത്സരം തുടങ്ങിയപ്പോൾ അർജുന്റെ ഭയം അവനെ പിന്തിരിപ്പിച്ചു. വെല്ലുവിളി നിറഞ്ഞ ഓരോ ഘട്ടത്തിലും അദ്ദേഹം മടിച്ചു. രണ്ടാമതായി സ്വയം ഊഹിച്ചു. ഒടുവിൽ തനിക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട് മടങ്ങാൻ തീരുമാനിച്ചു. രവിയും ഇതേ വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ ഓരോ പ്രതിബന്ധങ്ങളിലും വളർച്ചയിലും പഠനത്തിലും ഉള്ള തന്റെ വിശ്വാസം അവൻ ഓർത്തു. കുത്തനെയുള്ള ഒരു പാറക്കെട്ട് നേരിട്ടപ്പോൾ അത് അസാധ്യമായ ഒരു തടസ്സമായി അദ്ദേഹം കണ്ടില്ല. മറിച്ച് തന്റെ പരിധികൾ പരീക്ഷിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനുമുള്ള അവസരമായാണ് അദ്ദേഹം കണ്ടത്. വഴുതി വീണപ്പോൾ തെറ്റ് എന്താണെന്ന് വിശകലനം ചെയ്യുകയും സമീപനം ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് അവൻ എഴുന്നേറ്റു. മണിക്കൂറുകൾക്കു ശേഷം രവി ശ്വാസമടക്കിപ്പിടിച്ചെങ്കിലും വിജയശ്രീലാളിതനായി ഉച്ചകോടിയിൽ നിന്നു.
മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു, പക്ഷേ അവനെ കൂടുതൽ അർത്ഥമാക്കുന്നത് യാത്രയും അവൻ്റെ മാനസികാവസ്ഥ എല്ലാ മാറ്റങ്ങളും വരുത്തിയെന്ന തിരിച്ചറിവുമായിരുന്നു. രവി ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഉച്ചകോടിയിൽ എത്തിയതിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിനും ക്രിയാത്മക മനോഭാവത്തിനും അദ്ദേഹം ആഘോഷിക്കപ്പെട്ടു. രവിയുടെ വിജയത്തിലും പ്രതിരോധത്തിലും പ്രചോദനം ഉൾക്കൊണ്ട അർജുൻ തൻ്റെ ചിന്താഗതി മാറ്റാൻ തീരുമാനിച്ചു. അദ്ദേഹം പരിശീലനം തുടങ്ങി, രവിയുടെ മാർഗനിർദ്ദേശം തേടുകയും വെല്ലുവിളികളെ ഭയപ്പെടുന്നതിനു പകരം അവയെ സ്വീകരിക്കുകയും ചെയ്തു. അടുത്ത വർഷം തൻ്റെ പുതിയ ശക്തമായ മനസ്സോടെ യാത്ര ലക്ഷ്യസ്ഥാനം പോലെ തന്നെ പ്രതിഫലദായകമാണെന്ന് മനസ്സിലാക്കി അർജുനും കൊടുമുടിയിലെത്തി. പ്രസംഗമഹതികളെ, മാന്യന്മാരെ, ഇന്ന് മാനസികാവസ്ഥയുടെ ശക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 2 പർവ്വതാരോഹകർ ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് സങ്കൽപ്പിക്കുക, ഇരുവരും കൊടുമുടിയിലെത്താനുള്ള ഒരേ സ്വപ്നവുമായി. എന്നിട്ടും ഒരാൾ മാത്രമാണ് മുകളിൽ എത്തുന്നത്. എന്താണ് വ്യത്യാസം? അതെല്ലാം ചിന്താഗതിയിൽ വരുന്നു. ഒരു ദുർബലമായ ചിന്താഗതി തടസ്സങ്ങൾ കാണുകയും എനിക്ക് കഴിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അത് പരാജയത്തെ ഭയപ്പെടുകയും വെല്ലുവിളികൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. അത് പെട്ടെന്ന് ഉപേക്ഷിക്കുകയും അതിൻ്റെ പോരായ്മകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിവുകൾ സ്ഥിരവും മാറ്റമില്ലാത്തതുമാണെന്ന് ഈ ചിന്താഗതി വിശ്വസിക്കുന്നു. നമ്മുടെ പൂർണ്ണശേഷിയിൽ എത്തുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന മാനസികാവസ്ഥയാണിത്. മറുവശത്ത്, ശക്തമായ ഒരു മാനസികാവസ്ഥ അതേ തടസ്സങ്ങൾ കാണുകയും എനിക്ക് കഴിയും എന്ന് പറയുകയും ചെയ്യുന്നു. അത് പരാജയത്തെ ഒരു പഠനാവസരമായി സ്വീകരിക്കുകയും വെല്ലുവിളികളെ വളർച്ചയുടെ പാതയായി കണ്ടെത്തുകയും ചെയ്യുന്നു. അത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും കഴിവുകൾ വികസിപ്പിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നു. അർജുൻ്റെയും രവിയുടെയും 2 സുഹൃത്തുക്കളുടെ കഥ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. ഗംഭീരമായ ഒരു പർവ്വതത്തിൻ്റെ നെറുകയിൽ എത്താൻ ഇരുവരും സ്വപ്നം കണ്ടു. ദുർബലമായ മാനസികാവസ്ഥയുള്ള അർജുൻ തൻ്റെ കഴിവുകളിൽ സംശയിക്കുകയും പരാജയത്തെ ഭയക്കുകയും ചെയ്തു. വെല്ലുവിളികൾ നേരിട്ടപ്പോൾ തനിക്ക് അത് നേടാനാവില്ലെന്ന് ബോധ്യപ്പെട്ടു. രവിക്ക് പക്ഷേ ഉറച്ച മനസ്സായിരുന്നു. പഠിക്കാനും വളരാനുമുള്ള തൻ്റെ കഴിവിൽ അദ്ദേഹം വിശ്വസിച്ചു. അവൻ ഓരോ വെല്ലുവിളിയും സ്വീകരിച്ചു, തൻ്റെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു പർവ്വതാരോഹകൻ എന്ന നിലയിൽ മാത്രമല്ല, ശക്തമായ മാനസികാവസ്ഥയുടെ ശക്തിയുടെ സാക്ഷ്യപത്രമായും അദ്ദേഹം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹത്തിന് ഫലമുണ്ടായി. രവിയുടെ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അർജുൻ തൻ്റെ സമീപനം മാറ്റി. വളരാനും മെച്ചപ്പെടുത്താനുമുള്ള തൻ്റെ കഴിവിൽ അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. അർപ്പണബോധത്തോടെയും പുതിയ കാഴ്ചപ്പാടോടെയും അടുത്ത വർഷം അദ്ദേഹവും ഉച്ചകോടിയിലെത്തി. നമ്മുടെ ചിന്താഗതി നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. നമ്മുടെ വെല്ലുവിളികളെയും അവസരങ്ങളെയും വീക്ഷിക്കുന്ന ലെൻസാണിത്. ഒരു ദുർബലമായ മാനസികാവസ്ഥ നമ്മെ പരിമിതപ്പെടുത്തുന്നു, അതേസമയം ശക്തമായ ഒരു മാനസികാവസ്ഥ നമ്മെ പുതിയ ഉയരങ്ങളിലെത്താൻ പ്രാപ്തരാക്കുന്നു. അതിനാൽ ശക്തമായ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വെല്ലുവിളികൾ സ്വീകരിക്കുക, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക, വളരാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. ഓർക്കുക, അത് കൊടുമുടിയിലെത്തുന്നത് മാത്രമല്ല, ഇത് യാത്രയെയും വഴിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന വളർച്ചയെയും കുറിച്ചാണ്. നന്ദി. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.